ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 2 ട്രീസ് ആൻഡ് കണക്ടിവിറ്റി. അപ്പോൾ ഫസ്റ്റ് കുറച്ച് ഡെഫിനേഷൻസ് കൊടുത്തിട്ടുണ്ട്. 2.1 ഡെഫിനേഷൻസ് ആൻഡ് സിമ്പിൾ പ്രോപ്പർട്ടീസ്. എ ഗ്രാഫ് ജി ഈസ് കോൾഡ് എ സൈക്ലിക് ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് നോ സൈക്കിൾ. ഒരു ഗ്രാഫ് എപ്പോഴാണ് എ സൈക്ലിക് എന്ന് പറയാം? ആ ഗ്രാഫിൽ സൈക്കിൾസ് ഒന്നും ഇല്ല എങ്കിൽ ആ ഗ്രാഫിന് നമ്മൾ എ സൈക്ലിക് ഗ്രാഫ് എന്ന് പറയും. അവിടെ ജസ്റ്റ് ഗ്രാഫ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ഗ്രാഫ് എന്താണെന്ന് നിർബന്ധമില്ല, കണക്റ്റഡ് ആവണമെന്നോ നിർബന്ധമില്ല. അവിടെ കണക്റ്റഡ് ആവാം, ഡിസ്കണക്റ്റഡ് ആവാം, എന്തായാലും മതി. ആ ഗ്രാഫിൽ സൈക്കിൾസ് ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതി. ഓക്കെ. സിൻസ് ലൂപ്സ് ആർ സൈക്കിൾസ് ഓഫ് ലെങ്ത് 1 വൈൽ എ പെയർ ഓഫ് പാരലൽ എഡ്ജസ് പ്രൊഡ്യൂസസ് എ സൈക്കിൾ ഓഫ് ലെങ്ത് 2 എനി അസൈക്ലിക് ഗ്രാഫ് മസ്റ്റ് ബി സിമ്പിൾ. എന്താണ്? നമുക്കറിയാം ലൂപ്പ് എന്ത് ഫോം ചെയ്യും? ഒരു 1 ലെങ്ത് ഉള്ള സൈക്കിൾ ഫോം ചെയ്യും. അതുപോലെ തന്നെ പാരലൽ എഡ്ജസ് 2 ലെങ്ത് ഉള്ള സൈക്കിൾ ഫോം ചെയ്യും. ഓക്കെ. ലൂപ്പും പാരലൽ എഡ്ജസ് ഒന്നും ഇല്ലാത്ത ഗ്രാഫിന് നമ്മൾ എന്ത് പറയും? സിമ്പിൾ ഗ്രാഫ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ ഒരു അസൈക്ലിക് ഗ്രാഫ് എന്തായിരിക്കും? സിമ്പിൾ ആയിരിക്കും. കാരണം അസൈക്ലിക് ഗ്രാഫിൽ എന്തുണ്ടാവില്ല? ലൂപ്പും പാരലൽ എഡ്ജസ് ഉണ്ടാവില്ല. ലൂപ്പും പാരലൽ എഡ്ജസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഗ്രാഫിൽ എന്ത് വന്നേനെ? ഒരു സൈക്കിൾ വന്നേനെ. ഓക്കെ. അസൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കിൾസ് ഒന്നും കണ്ടെയ്ൻ ചെയ്യാത്ത ഗ്രാഫിനാണ് അസൈക്ലിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അസൈക്ലിക് ഗ്രാഫ് എല്ലാതും എന്തായിരിക്കും? സിമ്പിൾ ഗ്രാഫ് ആയിരിക്കും. എന്നാൽ നമുക്ക് സിമ്പിൾ ഗ്രാഫ് എല്ലാതും അസൈക്ലിക് ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു സ്ക്വയർ കൺസിഡർ ചെയ്താൽ മതി. V1, V2, V3, V4. ഓക്കെ. ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഈ ഗ്രാഫ് സിമ്പിളാണ്, പക്ഷെ എന്തല്ല? അസൈക്ലിക് അല്ല. ഇവിടെ V1, V2, V3, V4, V1 എന്ന് പറയുന്ന ഒരു സൈക്കിള് ഫോം ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് നോട്ട് അസൈക്ലിക്. അപ്പോൾ കോൺവേഴ്സ് പാർട്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അടുത്ത ഡെഫിനേഷൻ എന്ന് പറയുന്നത് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എ ഗ്രാഫ് ജി ഈസ് കോൾഡ് എ ട്രീ ഇഫ് ഇറ്റ് ഈസ് എ കണക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ്. അസൈക്ലിക് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ഗ്രാഫ് അസൈക്ലിക് എന്ന് പറയുന്നത് ആ ഗ്രാഫിൽ എന്തുണ്ടാവാൻ പാടില്ല? സൈക്കിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ആ സൈക്കിൾസ് ഒന്നും ഇല്ലാത്ത ആ ഗ്രാഫ് കണക്റ്റഡ് കൂടിയാണെങ്കിൽ നമ്മൾ ആ ഗ്രാഫിന് എന്തെന്ന് പറയും? ട്രീ എന്ന് പറയും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് ട്രീ ആവണമെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കണം? അസൈക്ലിക് ആയിരിക്കും വേണം, അതുപോലെ തന്നെ കണക്റ്റഡ് ആയിരിക്കും വേണം. അപ്പോൾ താഴെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 1 വെർട്ടെക്സ് ഉള്ള, 2 വെർട്ടെക്സ്, 3 വെർട്ടെക്സ്, 4 വെർട്ടെക്സ്, 5 വെർട്ടെക്സ്, 6 വെർട്ടെക്സ്. ഓക്കെ. ഈ വെർട്ടെക്സുകളൊക്കെ വെച്ചിട്ടുള്ള ട്രീസിന് എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടുതൽ എക്സാമ്പിൾസും വെർട്ടെക്സുകളും വരുന്ന എക്സാമ്പിളും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് നോക്കാം. ഓക്കെ. ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലാ വെർട്ടെക്സുകളും നോക്കാം. ആ മൊത്തത്തിൽ ആ ഗ്രാഫ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ സൈക്കിൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ഓക്കെ. കണക്റ്റഡ് ആണ്, അതുപോലെ തന്നെ സൈക്കിൾസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ആ സൈക്ലിക് ഗ്രാഫുകളാണ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ. ഓക്കെ. ഇനി അടുത്തത് തിയറം 2.1. ലെറ്റ് യു ആൻഡ് വി ബി ഡിസ്റ്റിങ്ക്ട് വെർട്ടീസസ് ഓഫ് എ ഗ്രാഫ് ഡിസ്റ്റിങ്ക്ട് വെർട്ടീസസ് ഓഫ് എ ട്രീ ടി ദെൻ ദർ ഈസ് പ്രിസൈസ്ലി വൺ പാത്ത് ഫ്രം യു ടു വി. യുവും വി എന്ന് പറയുന്നത് ട്രീയിലെ 2 ഡിസ്റ്റിങ്ക്ട് വെർട്ടീസസ് ആണെങ്കിൽ അവർ തമ്മിൽ എക്സാക്ട്ലി 1 പാത്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ട്രീയിലെ ഏത് ഡിസ്റ്റിങ്ക്ട് വെർട്ടീസസ് എടുത്തു കഴിഞ്ഞാലും അവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരേ ഒരു പാത്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറയുന്നത്? ലെറ്റ് ജി ബി എ ഗ്രാഫ് വിത്തൗട്ട് എനി ലൂപ്സ് ഇഫ് ഫോർ എവറി പെയർ ഓഫ് ഡിസ്റ്റിങ്ക്ട് വെർട്ടീസസ് യു ആൻഡ് വി ഓഫ് ജി there is precisely one path from u to v then g is a tree. എന്താ പറയുന്നത്? ലൂപ്സ് ഒന്നുമില്ലാത്ത ഒരു ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഓക്കെ. ആ ഗ്രാഫിൽ ഏത് 2 വെർട്ടീസസ് നമ്മൾ എടുക്കുകയാണെങ്കിലും അവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരേ ഒരു പാത്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? ട്രീ ആയിരിക്കും. ഓക്കെ. നമുക്കതിൻ്റെ പ്രൂഫ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫാണ്. സപ്പോസ് ദാറ്റ് ദ റിസൾട്ട് ഈസ് ഫോൾസ്. എയുടെ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രീയിലെ 2 ഡിസ്റ്റിങ്ക്ട് വെർട്ടീസുകൾ എടുത്തു കഴിഞ്ഞാൽ അവർ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒന്നിൽ കൂടുതൽ പാത്ത് അവിടെ എക്സിസ്റ്റ് ചെയ്യും.
ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 പാത്ത് ഉണ്ടെന്ന് അസ്യൂം ചെയ്യണം. പിയും പി ഡാഷാണ് ആ പാത്തുകൾ. പി എന്ന് പറയുന്ന പാത്ത് U1 U2 എക്സെട്ര UM V. പി ഡാഷ് എന്ന് പറയുന്നത് UV1 V2 എക്സെട്ര VN V. ഓക്കെ, ഇനി യു എന്ന് പറയുന്ന വെർട്ടെക്സ് രണ്ടിലും കോമൺ ആണ്. യു കഴിഞ്ഞിട്ട് ഈ 2 പാത്തിലും കോമൺ ആയിട്ട് വരുന്ന ഫസ്റ്റ് വെർട്ടെക്സ് ആണ് എന്തെന്ന് പറയുന്നത്? W എന്ന് പറയുന്നത്. ഓക്കെ, W എന്ന് പറയുന്നത് പിയിലും പി ഡാഷിലും യുക്ക് ശേഷം വരുന്ന ഫസ്റ്റ് കോമൺ വെർട്ടെക്സ് ആണ്. അപ്പോൾ ഈ W എന്ന് പറയുന്നത് U1 U2 എക്സെട്ര UM Vയിലെ ഒരു വെർട്ടെക്സ് ആയിരിക്കുമല്ലോ. സോ ഞാനതിനെ UI ആയിട്ട് എടുക്കണം. അതുപോലെ W എന്ന് പറയുന്നത് പി ഡാഷിലും ഒരു വെർട്ടെക്സ് ആണ്. അങ്ങനെയെങ്കിൽ പി ഡാഷിലെ V1 V2 എക്സെട്ര VN V. ഓക്കെ, ആ വെർട്ടെക്സുകളെ ഏതെങ്കിലും ഒരു വെർട്ടെക്സ് ആയിരിക്കും W എന്ന് പറയുന്നത്. സോ ഞാൻ ആ വെർട്ടെക്സിനെ VJ ആയിട്ട് ചൂസ് ചെയ്യണം. ദെൻ W ഈക്വൽ ടു UI ഈക്വൽ ടു VJ. ഓക്കെ, ഇനി ആ ഫിഗർ 2.4 നമ്മൾ നോക്കാം. W എന്ന് പറയുന്നത് ഈ ഫിഗറിൽ UI VJ എന്നല്ല അവർ കൊടുത്തിരിക്കുന്നത്. അവർ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ U4 V3 എന്നൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ഫിഗർ 2.4 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇങ്ങനൊരു സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ദിസ് പ്രൊഡ്യൂസ് എ സൈക്കിൾ C ഈക്വൽ ടു U1 എക്സെട്ര UI VJ -1 എക്സെട്ര V1 U. ഓക്കെ, ഒരു സൈക്കിൾ അവിടെ ഫോം ചെയ്യുന്നുണ്ട്. U1 U2 U3. ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ആ സൈക്കിൾ ഏതാണ്? U1 U2 U3 U4 V2 V1 U ആണ്. ഓക്കെ, സിൻസ് നോ 2 ഓഫ് ദി U ടേംസ് ആർ റിപ്പീറ്റഡ്. ആ ഫസ്റ്റ് പോർഷൻ കൺസിഡർ ചെയ്യുക. സി എന്ന് പറയുന്ന സൈക്കിളിലെ ഫസ്റ്റ് പോർഷൻ U1 U2 എക്സെട്ര UI എന്ന് പറയുന്ന ആ പോർഷൻ കൺസിഡർ ചെയ്യാം. അതെന്താണ്? പാത്ത് പിയുടെ ഒരു പാർട്ടാണ്. ഓക്കെ, പാത്തിൽ എന്തുണ്ടാവില്ല? വെർട്ടെക്സുകളൊന്നും റിപ്പീറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ആ വെർട്ടെക്സിലല്ലാതെ എന്തായിരിക്കും? ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് നോക്കാം. VJ -1 VJ -2 എക്സെട്ര V1 U. ആ പോർഷൻ കൺസിഡർ ചെയ്ത് നോക്കും. അതും ഒരു പാത്തിൻ്റെ പി ഡാഷ് എന്ന് പറയുന്ന പാത്തിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ആ പാർട്ടിൽ എന്തുണ്ടാവില്ല? വെർട്ടെക്സുകളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇനി നമുക്ക് വേണ്ടത് വെർട്ടെക്സുകളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ 2 പോർഷനും, അതായത് സി എന്ന് പറയുന്ന ഈ സൈക്കിളിലെ ഈ 2 പോർഷന് കോമൺ ആയിട്ടുള്ള വെർട്ടെക്സുകൾ ഉണ്ടാവുമോ? അതും ഉണ്ടാവില്ല. കാരണം അങ്ങനെ കോമൺ ആയി വരുന്ന ഫസ്റ്റ് വെർട്ടെക്സ് ആണ് ഏതെന്ന് പറയുന്നത്? W എന്ന് പറയുന്നത്. സോ ഈ സൈക്കിളിലെ ഒരു വെർട്ടെക്സുകളും എന്തായി വരുന്നില്ല? സെയിം ആയിട്ട് വരുന്നില്ല. ഓക്കെ, അതിനർത്ഥം എന്താ? ഈ സൈക്കിളിലെ ഇൻറ്റേർണൽ വെർട്ടെക്സും ഒറിജിൻ എന്ന് പറയുന്ന ആൾ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടിസസുകളാണ്. അതായത് ഈ സി എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ്. പക്ഷേ നമ്മൾ യുവും വി എന്ന് പറയുന്നത് ട്രീയിലെ 2 വെർട്ടെക്സുകളാണ്. ട്രീയിൽ എന്തില്ല? സൈക്കിൾസ് ഇല്ല. അപ്പോൾ നമുക്ക് എന്തായി? ഇവിടെ നമ്മൾ വന്നിട്ട് എന്ത് പറയണു? ട്രീയിലൊരു സൈക്കിൾ ഉണ്ടെന്ന് ഇപ്പോൾ പറയാണ്. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. ദിസ് കോൺട്രഡിക്ഷൻ മീൻസ് ദാറ്റ് our initial assumption. The first sentence of the proof. First sentence of the proof എന്ന് പറയുന്നത് suppose that the result is false. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് then there are 2 different paths from U to V. അതായത് യുവിൽ നിന്ന് വിയിലേക്ക് 2 ഡിസ്റ്റിങ്ക്റ്റ് പാത്ത് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ആ അസംഷൻ എന്താണ്? റോങ് ആണ്. ഓക്കെ, thus there is precisely 1 path from U to V. ഓക്കെ, ട്രീയിലെ 2 ഡിസ്റ്റിങ്ക്റ്റ് വെർട്ടീസസുകൾ എടുക്കുകയാണെങ്കിൽ അവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഒരേ ഒരു പാത്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ എന്ന് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരുന്നു? ജി എന്ന് പറയുന്ന ഗ്രാഫ് കൺസിഡർ ചെയ്യുക. അതിൽ ലൂപ്പൊന്നുമില്ല. അതിൽ ഏത് 2 വെർട്ടെക്സുകൾ നിങ്ങൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ എക്സാക്ട്ലി 1 പാത്ത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ആ ഗ്രാഫ് എന്താണ്? ഒരു ട്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമ്മളിതുപോലെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്തിട്ടാണ് വരുന്നത്. നോക്കാം. സിൻസ് ബൈ അസംഷൻ ദർ ഈസ് എ പാത്ത് ബിറ്റ്വീൻ ഈച്ച് പെയർ ഓഫ് വെർട്ടീസസ് യു ആൻഡ് വി, ജി മസ്റ്റ് ബി കണക്റ്റഡ്. ദസ് ടു ഷോ ദാറ്റ് ജി ഈസ് എ ട്രീ ഇറ്റ് റിമൈൻസ് ടു ഷോ ദാറ്റ് ജി ഹാസ് നോ സൈക്കിൾസ്. ഓക്കെ, നമ്മുടെ അസംഷൻ എന്തായിരുന്നു? നമ്മളെടുത്തിരിക്കുന്ന ഗ്രാഫ് എന്താണ്?
ലൂപ്പൊന്നും ഇല്ലാത്ത ഗ്രാഫാണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ആ ഗ്രാഫിൽ ഏത് 2 വെർട്ടെക്സിൽ എടുത്തു കഴിഞ്ഞാലും അവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ എക്സാക്ട്ലി 1 പാത്ത് ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ നമുക്ക് എന്ത് പറയാം, ജി എന്ന് പറയുന്നത് ഒരു കണക്റ്റഡ് ഗ്രാഫാണെന്ന് കിട്ടി. നമുക്ക് ട്രീ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്തും കൂടെ കാണിക്കണം, ഇനി സൈക്കിൾസ് ഒന്നും ഇല്ലയെന്ന് കാണിക്കണം. ഓക്കെ, അപ്പോൾ ദസ് ടു ഷോ ദാറ്റ് ജി ഈസ് എ tree, it remains to show that G has no cycles. Firstly, since G has no loops, it has no cycles of length 1. അത് തന്നിരിക്കുന്ന കാര്യമാണ്. ജി എന്ന് പറയുന്നത് ലൂപ്പൊന്നും ഇല്ലാത്തൊരു ഗ്രാഫാണ്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, ആ ഗ്രാഫിൽ 1 ലെങ്ത് ഉള്ള സൈക്കിൾസ് ഒന്നും ഉണ്ടാവില്ല. നൗ സപ്പോസ് ദാറ്റ് ജി ഹാസ് എ സൈക്കിൾ ഓഫ് ലെങ്ത് ഗ്രേറ്റർ ദാൻ 1. എന്താ പറയുന്നത്, ജി എന്ന് പറയുന്ന ഗ്രാഫിൽ 1നേക്കാൾ വലിയ ലെങ്ത് വരുന്ന ഒരു സൈക്കിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. ആ സൈക്കിൾ ഞാൻ എന്തായിട്ടെടുത്തു, V1, V2 എക്സെട്ര Vn V1 ആയിട്ട് എടുത്തു. വേർ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. സിൻസ് ബൈ ഡെഫിനിഷൻ എ സൈക്കിൾ ഈസ് എ ട്രയൽ. ഓക്കെ, ട്രയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല. ആ സൈക്കിളിലെ എഡ്ജസ് ഒന്നും എന്തല്ല, റിപ്പീറ്റഡ് അല്ല. അങ്ങനെയെങ്കിൽ നമ്മൾ Vn V1 എന്ന് പറയുന്ന എഡ്ജ് കൺസിഡർ ചെയ്യുക. ഓക്കെ, Vn V1 ആ എഡ്ജ് ആ സൈക്കിൾ വേറൊരിടത്ത് ഉണ്ടാവില്ല, കാരണം എല്ലാ എഡ്ജസും എന്താണ്, ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഓക്കെ, ദ എഡ്ജ് Vn V1 ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി പാത്ത് V1 V2 എക്സെട്ര Vn. ഓക്കെ, thus P equal to V1 Vn and P dash equal to V1 V2 etc. Vn are two different paths from V1 to Vn. ഓക്കെ, നമുക്ക് ഈ ഫിഗർ 2.5 നോക്കാം. അതിൽ നമുക്കറിയാം നമ്മൾ സി എന്ന് പറയുന്നത് എന്തായിട്ട് എടുത്തത്, V1 V2 V3 എക്സെട്ര Vn-1 Vn V1 ആയിട്ടാണ് എടുത്തത്. ഓക്കെ, V1 Vn എന്ന് പറയുന്നത് ഈ സൈക്കിളിലെ ഒരു എഡ്ജാണ്. ആ എഡ്ജ് വേറൊരിടത്തും എന്താവില്ല, മുന്നൊന്നും, അതായത് വേറൊരിടത്തെ എഡ്ജുമായിട്ട് ഈക്വലായിട്ട് വരില്ല. കാരണം എന്താ, നമ്മളെടുത്തിരിക്കുന്ന ഒരു സൈക്കിളാണ്. സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ട്രയലാണ്. ട്രയലിൽ എഡ്ജസ് ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല. സോ V1 Vn എന്ന് പറയുന്ന ആ എഡ്ജ് ഈ സൈക്കിൾ വേറൊരിടത്തും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ V1 V2 V3 എക്സെട്ര Vn-1 Vn എന്ന് പറയുന്ന P ഡാഷ് എന്ന് പറയുന്ന പാത്ത് എന്താണ്, V1 Vnനെ കണക്ട് ചെയ്യുന്നൊരു പാത്താണ്. അതുപോലെ തന്നെ V1 Vn എന്ന് പറയുന്ന എഡ്ജ് നമ്മൾ കൺസിഡർ ചെയ്യുക, അതും V1 Vnനെ കണക്ട് ചെയ്യുന്ന ഒരു പാത്താണല്ലോ. ആ പാത്തിന് ഞാൻ P എന്ന് എടുത്തു. ഓക്കെ, പക്ഷെ നമ്മളെടുത്തിരുന്ന ഗ്രാഫിൻ്റെ പ്രത്യേകത എന്തായിരുന്നു, if for every pair of distinct vertices u and v of G there is precisely one path from u to v. പക്ഷെ നമുക്കിവിടെ ഇപ്പോൾ എന്ത് കിട്ടി, V1നും Vnനെയും കണക്ട് ചെയ്യുന്ന P ഡാഷ് എന്ന് പറയുന്ന ഒരു പാത്തും കിട്ടി, P എന്ന് പറയുന്ന ഒരു പാത്തും കിട്ടി. ഓക്കെ, അപ്പം നമ്മളെടുത്തിരിക്കുന്ന ആ ഹൈപ്പോത്തസിനെ അത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതൊരു കോൺട്രഡിക്ഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ ഗ്രാഫിൽ സൈക്കിൾസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ഗ്രാഫ് എന്തായിരിക്കും, ഒരു ട്രീ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ട്രീ എന്ന് പറയുന്നതിൻ്റെ വേറൊരു ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്കിത് എടുക്കാം. എന്താണ്, ഒരു ഗ്രാഫ് ട്രീ ആവണമെങ്കിൽ ആ ഗ്രാഫ് അസൈക്ലിക് ആയിരിക്കണം, സിമ്പിൾ ആവണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഗ്രാഫിലെ ഏതൊരു ഡിസ്റ്റിങ്ക്റ്റ് വേർട്ടിസസ് എടുക്കുകയാണെങ്കിലും അവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ എക്സാക്ട്ലി 1 പാത്ത് മാത്രമേ ആ ഗ്രാഫിൽ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്ത തിയറം നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ തിയറും ഡെഫിനേഷൻസൊക്കെ നന്നായി നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.